താൻ എന്താടോ കൊണ്ടുവന്നേക്കണേ? പണ്ടം വല്ലതും ഉണ്ടോ? ഒരിത്തിരി പൊന്നുണ്ട്. എടുക്കെടുക്ക്. ഇതേ ഉള്ള ഒരു 80 രൂപ തരാം. ഒരു 100 രൂപ തികച്ച് താ മുതലാളി. അത് തന്നെ കൂടുതലാ. പിന്നെ ഞാനിത് വാങ്ങി വെക്കുന്നത് വിശ്വാസക്കുറവ് കൊണ്ടാണെന്നൊന്നും തോന്നരുത്. ഒരുറപ്പ് അത്രയേ ഉള്ളൂ. ആഹാ, പിന്നെ പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു തരണം. മാസാമാസം പലിശ കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചോണം. മുടക്കം വരില്ല മുതലാളി. എന്നാൽ കൊള്ളാം. കാശ് മേടിച്ചോട്ട് പോകുമ്പോ എല്ലാവരും ഇത് തന്നെയൊക്കെയാ പറയണേ. അതെ, പലിശക്ക് ഒരു മുടക്കം വരരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? മുതലാളി. എന്നാ ചെല്ലേ. ആഹാ, നീ എത്തിയോ? നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. കുറച്ച് ഉപ്പുമാങ്ങയാ ഏട്ടന് വലിയ ഇഷ്ടാ. അനക്ക സ്കൂളിൽ പോയില്ലേ? ആ കുട്ടി 4 അക്ഷരം പഠിക്കട്ടെ. അവളെ കൊണ്ട് നിനക്കൊരു ഗതി ഉണ്ടാവും. അനഘയ്ക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ദിവസമാണ്. അവളുടെ അച്ഛനോട് ചോദിക്കാൻ മറന്നുപോയി. നല്ല കാര്യായി. ചോദിച്ചാവൻ തരൂ. കള്ള് ഷാപ്പി കൊടുക്കാൻ തികയുന്നുണ്ടാവില്ല ആ പാവത്തിന്. ചേച്ചി എന്നെ സഹായിക്കണം. എൻ്റെ എവിടെന്നോ രുക്മിണി കാശ്? ധനപാലൻ ചേട്ടനോടൊന്ന് ചോദിച്ചാ. 5ന്റെ കാശ് വെറുതെ കൊടുക്കണത് ഇഷ്ടമല്ല മൂപ്പർക്ക്. മാത്രമല്ല, നീ മുന്നേ വാങ്ങിയ പൈസ ഒന്നും തിരിച്ചു തന്നിട്ടില്ലെന്ന് ഏട്ട എപ്പോഴും പറയും. നീ ഇവിടെ നിൽക്ക്. കുട്ടിയുടെ പരീക്ഷയുടെ കാര്യത്തിനല്ലേ. ഞാൻ ഒന്ന് നോക്കട്ടെ. പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് എന്തിനാ ഇങ്ങനെ കൂട്ടി വെക്കണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അനുഭവിക്കാൻ ഒരു സന്തതി ദൈവം തന്നില്ലല്ലോ. കുട്ടികളുടെ കാര്യത്തിലെങ്കിലും ഒരു ശ്രദ്ധ വേണമെന്ന് കാർത്തികനോട് പറഞ്ഞൂടെ നിനക്ക്? കുറച്ചൊക്കെ തൻ്റെ ഇടം കാണിക്കു കുട്ടി. ചെല്ലട്ടെ ചേച്ചി. ആ പെങ്കൊച്ച് വീണ്ടും കാശ് ചോദിക്കാൻ വന്നതായിരിക്കും. പാവം, കുട്ടിയുടെ പരീക്ഷയുടെ കാശിന്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണതൊക്കെ നീ ദാനം ചെയ്ത് തീർത്തോ. എന്ത് ചെയ്യാനാ പാവം. എന്നാലും എന്ത് വിശ്വസിച്ച് ആ കൊച്ചു കാർത്തികനോട് ഇറങ്ങി തിരിച്ചതാവോ? എല്ലാവരും എന്നെ പോലെ യോഗ്യനാവൂടി ഭാര്യയെ. നിന്റെ കാരണന്മാര് ചെയ്ത പുണ്യം. പുണ്യം ഒന്നും പറയണ്ട. നേരത്തെ പോകട്ടെ. അയ്യോ, അത് വേണ്ട. പിന്നാരിച്ചോണ്ട് നിൽക്കാണ്ട് പണിയിടാം. കല്യാണം കഴിഞ്ഞ് പുതുമോടിയല്ലേ മേശരി, അവര് വർത്താനം പറയട്ടെ. കെട്ടിയോനും കെട്ടിയോളൊക്കെ അങ്ങ് വീട്ടില്. ഇവിടെ മര്യാദക്ക് വേല ചെയ്തോളണം, മനസ്സിലായോ? ഒന്ന് വേഗാവട്ടെ. ഇതുകൊണ്ടകത്ത് വയ്ക്കും. മേശരി അല്ല, മുതലാളിയാണെന്ന് അവന്റെ ഭാവം. നമ്മളെ കൊള്ളൂലാഞ്ഞിട്ടല്ലേ ചേട്ടാ അവനും ഇവിടെ കിടന്ന് ഞെളിയണേ. വേഗം ആവട്ടെ, മിണ്ടാതെ പണിയെടുത്തോ, അല്ലെങ്കിൽ വായി തെറിയാക്കേണ്ടി വരും. നിങ്ങൾ മുഴുവൻ കത്തിക്കല്ലോ. വെറുതെ ഒരു രസത്തിന് പോയി പണികളെ പോയി. അല്ലെങ്കിൽ കള്ളപ്പണി സരസൂന് വാശില്ല മേസ്തിരി. അല്ല പിന്നെ പിന്നെ ഒരു ബീഡി വലിക്കാൻ പോലെ സമ്മതിക്കില്ലേ കാലന്മാര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ സരസേച്ചി ഒരു മന്നിപ്പ്? തൊട്ടും തടവി ഇരുന്നാ മതിയില്ല. പണിയെടുക്കാൻ നമ്മൾ ചിലർക്കുണ്ട്. കൂലി കിട്ടും, ഒരു കുറവുമില്ല. ഓ വലിയ പണിക്കാരി എടി, നല്ലോണം വേല ചെയ്തിട്ട് തന്നെയടി ഞാൻ കൂലി കണ്ടാലും അറിയാ. അതല്ല തങ്കെടുത്തി, ഇന്നലെ മന്തി ചാരാത്തിന് കെട്ടുവിട്ട് കാണുകയല്ല. അതായി മന്ദത. എന്തിയാണിച്ച് നിന്റെ കെട്ടിയം വാങ്ങി തന്നിട്ടാണോടി ഞാൻ ചാരായം മോണ്ടുന്നത്? ദേ വേണ്ടതിനും പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രായം ഞാൻ നോക്കത്തില്ല. അറിയല്ലടി വേണ്ടത്, മോന്ത നോക്കിയാൽ കൊട്ടു കൊടുക്കടി. അതാ വേണ്ടേ. ഇങ്ങോട്ട് വാടി. വാടി. മോന്തയ്ക്ക് പൊട്ടാൻ വാടി ഇങ്ങോട്ട്.
ഏയ് ഇവിടെ എന്താ പ്രശ്നം? ദാ ഇതന്നെ പ്രശ്നം. എന്നെ കാണുമ്പോ ഇവളുമാർക്ക് നാവിനൊരു കിരികിരിപ്പാണ് ദേ, മേസ്തിരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടാതിരുന്ന് പണി ചെയ്തോളാം, ഇല്ലെങ്കിൽ ചവിട്ടി ആകാൻ പറഞ്ഞിരിക്കും ഞാൻ എല്ലാത്തിനും. അങ്ങനെ അങ്ങ് പറയണ്ട മേസ്തിരി. നോണയും ദൂഷണം പറഞ്ഞ് വെറുതെ ഇരുന്ന് കൂലി വാങ്ങിക്കാ സത്തുക്കള്. ആ മതി മതി, പറഞ്ഞത് നിങ്ങളോടും കൂടി ചേർത്താ. അണ്ണാ, ഞാൻ ലേശം വൈകി, പണിക്ക് നിന്നാട്ടെ. ഇതൊരു പതിവായ ബുദ്ധിമുട്ടാവും. നിന്ന് ചിലക്കത് പോടി. അതെന്താ മേസ്ത്രി, ഒരു പന്തി 2 വിളമ്പ്. തള്ളയുടെ അല്ലേ മോള്, മയക്കാൻ നല്ല വിരുദാ. അതേടി എന്റെ മോള് തന്നെ. അവൾക്ക് ഇത്തിരി തൊലിവെളുപ്പ് സാമർഥ്യമൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യം കേട്ടോടി ചൂലേ. കൊച്ചിന് കഞ്ഞി ഇനിയും വേണോ? കഴിച്ചോ ചേച്ചി, പിന്നെ കഴിച്ചോളാം. മോളെ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്, നേരം വൈകി. അമ്മേ, ടീച്ചർ വന്നു. പോവാൻ ടീച്ചറെ. എങ്ങനെയുണ്ട് ടീച്ചർ ഇവളുടെ പഠിത്തം? എല്ലാറ്റിനും ഒന്നാമതാ. ഇവളെ കണ്ടു പഠിക്കാനാ മറ്റു കുട്ടികളോട് ഞങ്ങൾ പറയാറ്. അല്ലേടി? പോട്ടെ അമ്മേ. കെട്ടെല്ലാം കടവിലേക്ക് അടുപ്പിച്ചു. ശരി, മേസ്തിരി. കയറ്റി വിടണം. വാ പിടിക്ക്. മേസ്തിരി, ആഫീസിൽ ചായ വെക്കട്ടെ? മുതലാളി വന്നിട്ട് മതി. ഓ, ഞാൻ നിനക്ക് ചില വിട്ടുവീഴ്ച ചെയ്യുന്നു മൊത്തത്തിലൊരു പരാതിയുണ്ട്. പറയണൂര് പറയട്ടെ അണ്ണാ, എനിക്കൊരു പേടിയില്ല. നിങ്ങൾക്കുണ്ടാ? ഓ പിന്നെ പേടി. ഒന്ന് പോവാൻ പറയടി. എനിക്ക് സ്നേഹം തോന്നുന്നവരോട് ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കാണിക്കും. അതിൽ ആർക്കാ ഇത്ര കേടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോനെ, സരസുവിന് ഇത്തിരി കാശ് വേണമായിരുന്നു. കാശോ? പറ്റായിട്ട് മതി, കൂലി കിട്ടുമ്പോ മോൻ പിടിച്ചോ. കൊടുക്കണ്ടണ്ണ, തള്ളക്ക് ചാരായ മോന്താനാണ്. നേരം വെളുത്താ പിന്നെ ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ പണിയെടുക്കണ കാശ് മേടിക്കണേ നിനക്കെന്താടി? എന്നാ നീടാ. പിന്നെ നോട്ടടിക്കലല്ലേ എന്റെ പണി. ഓ, ജോലി എടുക്കുന്നതാളെ. അതെ, ഒരു തുള്ളി മോന്തി ഇല്ലെങ്കിൽ ആകെ ഒരു ഏനക്കേടാ. അതുകൊണ്ടാ പറ്റായിട്ട് എടുക്കുന്നില്ല. കൂലി തീർക്കുമ്പോ തന്നാ മതി. മോൻ മനസ്സാക്ഷിയുള്ളോനാ. ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വാ മോനെ, നമുക്ക് എന്തേലുമൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. തള്ളേനെ കൊണ്ട് തോറ്റു. അന്തിയായ തള്ളക്ക് ഒരു വെളിവും ഉണ്ടാകുകയില്ല. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഒരു വിചാരവും ഇല്ല. ആൺതുണ ഇല്ലാത്ത വീട്ടില് സത്യം പറഞ്ഞ പേടിയാ.